യമൻ പൗരനെ കൊലപ്പെടുത്തിയതിന്റെ സാഹചര്യം റിപ്പോർട്ടറിനോട് വിശദീകരിച്ച് നിമിഷ പ്രിയ. ശാരീരികമായും മാനസികമായും തന്നെ തലാൽ അബ്ദുമതി ക്രൂരമായി ഉപദ്രവിച്ചു എന്ന് റിപ്പോർട്ടറിനോട്. യാതൊരു വഴിയില്ലാതെ എല്ലാ വഴികളും നോക്കി കോർട്ടിൽ കയറി ഇറങ്ങി അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ജയിൽവാദനായ ഒരാളെ ഒരുപാട് പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഞാൻ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് ആ സമയത്തൊക്കെ അവിടെ അവന്റെ ജയിലിലെ ഒരു ജയിൽവാദനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അയാളോട് സപ്പോർട്ട് ചോദിച്ചപ്പോ എന്തോ ചെയ്യാ, അവനിൽ നിന്നും രക്ഷ തരാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അയാളോട് പറഞ്ഞപ്പോഴത്തേനും അയാളാണ് എനിക്ക് ഈ മാർഗം പറഞ്ഞു തന്നത്. ഇഞ്ചക്ഷൻ കൊടുക്കുക, അവനെ മയക്കി കിടത്തുക, അതിനുശേഷം അവനെ കൊണ്ട് ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി ബോധം തെളിയുമ്പോഴത്തേനും അവനെ കൊണ്ട് ഫലമായിട്ട് ഡൈവേഴ്സ് ഒപ്പിടിക്കുക. തലാലിനെ കൊലപ്പെടുത്തുകയല്ലാതെ തനിക്ക് ജീവിക്കാൻ മറ്റൊരു വഴികളും ഉണ്ടായിരുന്നില്ലെന്ന് നിമിഷ പറയുന്നു. തലാൽ ജയിലിൽ കഴിഞ്ഞ ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥൻ തനിക്ക് വഴി പറഞ്ഞു തന്നു. ഇത് പ്രകാരമാണ് താൻ വീര്യം കൂടിയ മയക്കുമരുന്ന് തലാലിന് കുത്തിവെച്ചത്. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പം ഇഞ്ചക്ഷൻ കൊടുത്തു, ആദ്യം ലെജിലോം കൊടുത്തു, മയക്കി. അവന് മയക്കില്ല, അവൻ എപ്പോഴും മയക്കുമരുന്നും ഈ കഞ്ചാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് ലൈഫ് അവന് ഏറ്റില്ല, അവനെ മയക്കിയില്ല. അതിനുശേഷം പിന്നെ കിറ്റാമിൻ എന്ന് പറഞ്ഞ അതിലും കുറച്ച് വീര്യം കൂടിയ മയക്കുമരുന്ന് അവന് കൊടുത്തു. അവൻ മയങ്ങിപ്പോയി. ഞാനും പഠിച്ചു പോയി. അത് ശ്വാസം നിലച്ചു എന്ന് തോന്നിയപ്പോഴത്തേനും ഞാനും പഠിച്ചു പോയി. പിന്നീട് സുഹൃത്തായ ഹനാനോട് കാര്യങ്ങൾ പറഞ്ഞു. ഈ ശരീരം എവിടെ ഒളിപ്പിക്കുമെന്ന് ഹനാൻ ചോദിച്ചു. അവരാണ് ശരീരം കഷണങ്ങളാക്കുകയും ബാഗിൽ പൊതിഞ്ഞ് ജലസംഭരണിയിൽ നിക്ഷേപിക്കുകയും ചെയ്തതെന്നും നിമിഷ വെളിപ്പെടുത്തുന്നു. അവളടുത്ത് പോയി, അവൾ എന്റെ താഴത്തെ റൂമിലാണ് താമസിക്കുന്നത്. അവളടുത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ചു, സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. അവൾക്കും അറിയാമായിരുന്നു ഈ കാര്യം. അവളുടെ സംഭവം അറിയിച്ചപ്പോഴത്തേനും അവള് അവിടുന്ന് ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യാൻ പറ്റും, അവന് 80 കിലോ ഭാരമുള്ള ശരീരത്തെ എവിടെ കൊണ്ടുപോയി സൂക്ഷിക്കും, എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും എന്ന് അവള് ചിന്തിച്ചിട്ട് അവളാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിനുശേഷം പിന്നെ അവളെ ബീച്ചാക്കി ബാഗുകളിലാക്കി ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കാൻ ഉള്ള സംവിധാനങ്ങള് ഇതെല്ലാം ചെയ്തത് അവളാണ്. താൻ കൊലപ്പെടുത്തുന്ന സമയത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതിനാൽ ആ സമയത്ത് അത്ര ബോധത്തോടെ ആയിരുന്നില്ല. 2018 ചാനലുകളിൽ തന്നെക്കുറിച്ച് വന്നത് തെറ്റാണ്. തന്റെ ഭാഗം കേൾക്കാതെയാണ് വാർത്ത കൊടുത്തതെന്നും നിമിഷ പറഞ്ഞു. ശാരീരികമായും മാനസികമായും തന്നെ വലിയ രീതിയിൽ തലാൽ ഉപദ്രവിച്ചിരുന്നതായും നിമിഷ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.